ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹാസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അടിപൊളി ഡിഷുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊപ്പം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മൾ ഈ കറുത്ത് നല്ല ബ്ലാക്കായിപ്പോയ ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ കുഞ്ഞിത് വേണം ചോദിച്ചത് കൊണ്ട് പിന്നെ ഞാനങ്ങ് കുഞ്ഞിതായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വളരെ എളുപ്പമാണ്. ഇതിലേക്ക് നമ്മൾ അധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, ഇതിലേക്ക് ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. സോ നമുക്ക് വളരെ ടേസ്റ്റിയുമാണ്. നമുക്കിത് എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെയാണെന്നുള്ളത് പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ 3 പഴം കൂടി നന്നായിട്ട് അങ്ങ് പഴുത്തിട്ടുണ്ടായിരുന്നു. ഈ പഴുത്ത പഴമാണ് ഞാൻ വെച്ചിട്ടാണ് ഇപ്പോൾ പാൻകേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ഇങ്ങനത്തെ ബ്ലാക്കായിപ്പോയി പിള്ളേരെ തിന്നാനൊന്നും ഇഷ്ടപ്പെടില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കളയണമെന്നും ഒരു മനസ്സ് വരുത്തുമില്ല. പിന്നെ അതുകൊണ്ട് ആ സമയത്തിൽ നമ്മളൊരു പാൻകേക്ക് ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ നല്ല ഇഷ്ടത്തോടെ അങ്ങ് തിന്നും. അത് എങ്ങനെയാണെന്നുള്ളത് പ്രോസസ്സ് നോക്കാം. നമുക്ക് ഇതിനായിട്ടുള്ള തൊലി അങ്ങ് എടുത്ത് കളയാം. തൊലി എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതൊക്കെ നന്നായിട്ടും പഴുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല പഴുത്ത പഴമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക്. പിന്നെ ഇത് എൻ്റെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ. പിന്നെ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ തൊലിയെടുത്ത് കഴിഞ്ഞ ശേഷം ഇതിനൊരു ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് അങ്ങ് എടുക്കാം. ഇത് വളരെ എളുപ്പമാണ്, ഒരുപാട് ജോലി ഉള്ളതൊന്നുമല്ല. നമുക്കിപ്പം ഇതിന് നന്നായിട്ട് മിക്സി അടിച്ചങ്ങ് എടുക്കാം. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നാഴൻ കോഴി മുട്ടയാണ്. നമ്മുടെ വീട്ടിൽ നാഴൻ കോഴി കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിലില്ലാത്ത കൃഷിയൊന്നും ഇല്ല, പശു മാത്രമില്ല കേട്ടോ എനിക്ക്. സോ ഒരിക്കൽ കൂടി നമ്മളിത് മിക്സിയിൽ വെച്ച് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത് ഗോതമ്പ് മാവ്. ഇനി 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നു. ഇത് ഒരിക്കൽ കൂടി നമ്മൾ അടച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ ഈ ഗോതമ്പ് മാവ് പ്ലേസിൽ നമുക്ക് മൈദ കൂടെ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഗോതമ്പ് മാവ് കൊടുക്കുന്നത്. ഇതും കൂടി നമുക്ക് ഒരിക്കൽ മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഇപ്പം ഞാൻ അരച്ചിട്ടുണ്ട്. ഇത് ഒരിക്കൽ കൂടി മിക്സിയിൽ അടിക്കും. ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് അരയ്ക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിലെല്ലാവും ഞാനിപ്പോൾ ചേർക്കുന്നത് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ചിട്ട് ഒരിക്കൽ കൂടി ഞാൻ അടച്ചങ്ങ് എടുക്കാം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിത് നന്നായിട്ട് അരയ്ക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാത്രം എടുത്തിട്ട് നമുക്കിതെല്ലാവും ഒരു പാത്രത്തിലായിട്ട് നമുക്കങ്ങ് ട്രാൻസ്ഫർ ചെയ്തങ്ങ് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഭാഷ. ഞാൻ ഈ നാട്ടുകാരി അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഭാഷകൾ എല്ലാവും. എൻ്റെ മോളാണ് ടീച്ചർ. അതിൻ്റെ അവളാണ് ഇപ്പോൾ സ്കൂളിൽ പോയി അവളാണ് ഇപ്പോൾ എന്നോട് പഠിപ്പിച്ച് തരുന്നത്. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ഇലാച്ചി പൗഡർ ഇട്ട് കൊടുക്കുന്നു. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇലാച്ചി പൗഡർ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ബാറ്റർ നമുക്ക് റെഡിയാക്കാം. ഇത്രയൊക്കെ കട്ടിയുണ്ടെങ്കിൽ നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ടങ്ങ് ഇതിൽ പാലങ്ങ് ഒഴിച്ച് കൊടുക്കാം.
ഇതിലേക്ക് പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഷുഗറൊന്നും ചേർത്തിട്ടില്ല. ഓൾറെഡി എൻ്റെ പഴം നല്ല പഴുത്തിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുട്ടികൾക്കൊക്കെ, എൻ്റെ ചേട്ടൻ്റെ മോൾക്കൊക്കെ അത്രേ മധുരമൊന്നും ഇഷ്ടമല്ല. എൻ്റെ മോനക്കൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് മധുരം. പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോൾക്കാണ് മധുരം ഇഷ്ടമല്ലാത്തത് അത്രയ്ക്ക്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മധുരം കുറച്ചാണ് ഇട്ടത്. അതുകൊണ്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഷുഗർ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. പിന്നെ കുറച്ചും കൂടി ഈ ലംസ് കൊണ്ട് ഇതിൽ കുറച്ചും കൂടി പാലങ്ങ് ചേർത്ത് കൊടുക്കാം. എനിക്ക് 1 ഗ്ലാസ് ഇതെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ഗ്ലാസ്സിൽ എനിക്ക് കുറച്ച് പാൽ, ഒരു 3/4 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒത്തിരി സമയമൊന്നും കുതിർക്കാനോ ഇത് ബാറ്റർ റെഡി ആവാനോ അങ്ങനൊന്നും നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പാണ് ചേർത്തത്. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ബാറ്റർ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി മതി ബാറ്റർ. നമുക്കിനി എങ്ങനെ പാൻകേക്ക് ചുട്ടിയെടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ചൂടായി കഴിഞ്ഞ ശേഷം നമുക്കിത് സിമ്മിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ തീ മൊത്തം സ്പീഡിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കിയാൽ നമ്മൾ ഈ പാൻകേക്കൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതെപ്പോഴും കൂടി നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞ ശേഷം സിമ്മിലും ആക്കണം നമ്മുടെ ഫ്ലെയിം. നമുക്കിപ്പോൾ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമുക്കിതിങ്ങനെ സ്പ്രെഡായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം നന്നായിട്ട് പൊങ്ങി വരുന്നു, ബബിൾസൊക്കെ ഇങ്ങനെ ഹോൾസായിട്ട് അങ്ങ് വരുന്നുണ്ട്. ഞാൻ തീ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഈ ഹോൾസ് വരണ ഇച്ചിരി താമസിക്കും. നമ്മളിത് എന്ത് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ദോശ ചുടുന്നപ്പോഴോ അതൊക്കെ ആണെങ്കിൽ ഫാസ്റ്റായിട്ട് വരും. ഇത് ഫാസ്റ്റായി വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉടനെ അങ്ങ് ബബിൾസൊക്കെ വരും. ഇതാ നമുക്ക് കാണാം. ഇച്ചിരി ഒരു 5-10 മിനിറ്റ്സ് ഗ്യാപ്പിൽ അങ്ങ് വരും. പിന്നെ ഇതിൽ നമ്മൾ ഓയിൽ അങ്ങനൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് കണ്ടോ എല്ലാ ഹോൾസൊക്കെ വന്ന് കഴിഞ്ഞ്. സോ നമുക്കിതിപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എൻ്റെ മോൾ സ്കൂളിലേക്കൊന്നും പോയില്ല. ഇപ്പം അവൾക്കാണോ കൂടുതൽ സംസാരിക്കണം, അവൾക്കാണോ കൂടുതൽ എനിക്ക് പറഞ്ഞു തരുന്നത് അവൾ. നമുക്ക് ഈ സൈഡും കൂടി ഒരു 2 മിനിറ്റ്സിൽ റെഡിയാവും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. നമുക്കിപ്പോൾ സെക്കൻഡ് ആ സൈഡും കൂടി ശരിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. കണ്ടോ നമ്മൾ പാൻകേക്ക് ഇവിടെ റെഡിയായി. പിന്നെ അടുത്തത് ഒന്നുകൂടി അങ്ങ് ഉണ്ടാക്കി കാണിക്കാം. നമ്മൾ ഈ തട്ടുദോശ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. നമുക്ക് അങ്ങനെ മാവ് കിട്ടിയാൽ മതി. നമ്മൾ തട്ടുദോശ ഉണ്ടാക്കിയപ്പോൾ നമ്മളിങ്ങനെ സ്പ്രെഡാക്കി വെക്കത്തില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഇതും കൂടി സ്പ്രെഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒഴിച്ച് കഴിഞ്ഞ ശേഷം എപ്പോഴും ഫ്ലെയിമും നമ്മളെപ്പോഴും കൂട്ടി വെക്കാൻ പാടില്ല. ഫ്ലെയിം എപ്പോഴും കൂടി കുറച്ചിട്ടിരിക്കണം. അങ്ങനെ നമുക്ക് എല്ലാവും ചുട്ടി അങ്ങ് എടുക്കണം.
നമുക്കിതിപ്പം ഇതും കൂടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേൺ ചെയ്ത് കൊടുക്കാം. വെരി ഈസിയാണ്, വെരി എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈവനിങ് സ്നാക്സുമായിട്ട് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് കഴിക്കാം. നമുക്ക് അങ്ങനെ ബാലൻസ് ഉള്ള ബാറ്റർ മൊത്തം കൂടി നമുക്ക് ഇങ്ങനെ ചുട്ടി അങ്ങ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ പാൻകേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട്. ഇതിലേക്ക് നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ കറുത്ത് പോയ പഴം നമ്മൾ കളയാതെ നമ്മളെങ്ങനെ ഉപയോഗിക്കുക, അതിൽ വേറെ ഒരു ബാക്ടീരിയയും ഇല്ല, വേറെ ഒന്നുമില്ല, അത് നല്ല ഹെൽത്തിയാണ്. പിന്നെ ഞാനത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് കൊണ്ട് അതിലേക്ക് ഒന്നും അഴുക്കൊന്നും പോയിട്ടില്ല. സോ നമുക്കെങ്ങനെ ഉപയോഗിക്കാനുള്ളത് നമ്മളിത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അധികമൊന്നും ചേർത്തിട്ടില്ല. ഒരു മുട്ട, പഴം, ഗോതമ്പ് മാവ്, പിന്നെ പാല്, ഇത്രയാണ് നമ്മൾ എല്ലാവും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് ചേർത്തത്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളെങ്ങനെ പാൻകേക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.